ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുവിധം നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കളറുള്ള തക്കാളിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കെച്ചപ്പിന് നല്ല കളർ കിട്ടും, നല്ല ഇതായിട്ട് കിട്ടും. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ഞെട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇച്ചിരി ഹാർഡായിട്ടിരിക്കുന്ന ഭാഗവും അങ്ങ് കട്ട് ചെയ്ത് കളയാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാം. അങ്ങനെ നീളത്തിൽ അങ്ങനെ ഒന്നും മുറിക്കണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്കത് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് അറ്റമൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കിലോയും ഒരു കുറച്ചും കൂടി കൂടുതലുണ്ട്. അതിന് 1 കിലോ തക്കാളിയും പിന്നെ ഞാൻ ഇവിടെ ഞാനൊരു 2-3 തക്കാളി കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോയിലും കുറച്ചുകൂടി കൂടുതൽ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു പ്രഷർ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് പ്രഷർ കുക്കറിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 6 അല്ലി വെളുത്തുള്ളിയേ ഉള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു ഉള്ളി കുരുമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് വെച്ചാൽ മതി. വെള്ളത്തിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല, നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതുപോലെ കുഴഞ്ഞു പോകത്തക്ക രീതിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ സ്പൂണും കൊണ്ടൊന്ന് കുത്തുമ്പോൾ അങ്ങ് ഉടഞ്ഞു പോകത്തക്ക രീതിയിൽ അത്ര നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇതിന് നല്ലതുപോലെ വെള്ളവും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അടിക്കാവുള്ളൂ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മിക്സിയുടെ അടപ്പങ്ങ് തുറന്നു പോയിട്ട് എല്ലായിടത്തും തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും. അപ്പം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ നമുക്കത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അല്പം വലിയ കണ്ണുള്ള അരിപ്പയിൽ നമുക്കത് അരിച്ചെടുക്കാം. ഈ കുരുമുളകിൻ്റെ ആ തൊലിയൊക്കെ ചിലപ്പോൾ കുറച്ച് അങ്ങനെ അടിയാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് മാറ്റിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് കണ്ടോ, അപ്പോൾ നമ്മുടെ ആ കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു പീസ് അടിയാതെ കിടക്കണതാണ്. അപ്പോൾ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കുക. ഇനി ബാക്കി കൂടി നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. നമ്മൾ കംപ്ലീറ്റ് അരിച്ചെടുത്തു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി ചേർക്കരുത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നല്ല കളർ കിട്ടാനും കൂടി വേണ്ടിയാണ്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ പകുതിയാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മധുരം ആവശ്യത്തിന് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഇത് ചേർക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് വിനാഗിരി എടുത്തു. അതിൻ്റെ 1/4 കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പ് ബാക്കി നമുക്കൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് എരിവിനായിട്ട് കുരുമുളക് ചേർത്തതിൻ്റെ എരിവുണ്ട്, കാശ്മീരി മുളക് ചെറിയൊരു എരിവുണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല കളറും കിട്ടും. നല്ല കളറുള്ള തക്കാളിയാണെങ്കിൽ നമ്മൾ അത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും വിനാഗിരിയൊക്കെ ആവശ്യത്തിനാണോ എന്നൊന്ന് നോക്കുക. വിനാഗിരി ഞാൻ ബാക്കി നമ്മൾ വെച്ചിരുന്ന അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പുളി അല്പം കുറവായിട്ട് പോലെ തോന്നണമുണ്ട്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര മാത്രമേ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വിനാഗിരിയും ചേർത്തു.
നിങ്ങൾക്ക് കളർ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത് നല്ലതുപോലെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കാം. നമുക്കതിലേക്ക് 1-2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ എനിക്ക് പുളി അല്പം കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു 1/4 കപ്പും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്തു. നമ്മൾ ടോട്ടൽ 3/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വിനാഗിരി. ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ പുളി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു ബേ ലീഫും അല്പം ഒരു കഷ്ണം കറുവാപ്പട്ടയും ഒരു 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാൻ പൊടിക്കുകയൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് എടുത്ത് കളയാനുള്ളതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് അതിൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റ് വരും. അപ്പോൾ അത്രയും ടേസ്റ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവസാനം ഇട്ട് കൊടുത്തത്. അതിന് നല്ലതുപോലെ വറ്റി കഴിയുമ്പോൾ നമുക്കത് അതുപോലെ തന്നെ എടുത്ത് കളയാം. ഇനി നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇടുകയാണെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം എടുത്ത് കളയണം. അല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര കുത്തു വരും. അപ്പോൾ അത്രയും ടേസ്റ്റ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർത്തത്. ഇതെല്ലാം നമുക്കിനി ഇത് നല്ലതുപോലെ കുറുകി വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് എടുത്ത് കളയണം. ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോൾ ഏകദേശം അതിൻ്റെ പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടി പാത്രത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ പിടിച്ച് വരും. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണയിൽ എടുത്തു കഴിഞ്ഞാൽ സ്പൂണയിൽ ഇങ്ങനെ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ വരും. ആ പാകത്തിന് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു അല്പം കൂടി ആവാം. ആ സമയത്ത് നമുക്കതിൻ്റെ ഇലയും പട്ടയുടെ കഷ്ണമൊക്കെ നമ്മൾ ഇട്ടത് നമുക്കതങ്ങ് എടുത്ത് കളയാം. പിന്നെ നമ്മളങ്ങ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാകുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് കട്ടി വരും. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ പിടിച്ച് അങ്ങനെ വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്രാമ്പൂ ഇട്ടതും എല്ലാം നമ്മൾ എടുത്ത് കളയണം. നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കുപ്പിയിലേക്ക് മാറ്റാനായിട്ട്. ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു OHP ഷീറ്റ് ഇത് വെച്ചിട്ടങ്ങ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫണൽ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ അതും കൊണ്ടും ചെയ്യാം. അപ്പം ഞാനൊരു സോസ് ബോട്ടിലേക്ക് തന്നെയാണ് ഇത് ഒഴിച്ചു വെക്കുന്നത്. ഇപ്പോൾ സോസ് ബോട്ടിലാകുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം എത്ര അളവും നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ 1 കിലോ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. ഒരു 3/4 കുപ്പിയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കളറും ഒക്കെ ആയിട്ട് ഏകദേശം നമ്മുടെ ആ സോസിൻ്റെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇത് കണ്ടോ, അത് നല്ല ആ ഒരു പാകം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കെച്ചപ്പാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം.